നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമൊക്കെ കേരളത്തിൽ നടുക്കിയ ഒരു വാർത്തയാണ്. അടക്ക ശുശ്രൂഷയ്ക്കായി കല്ലറ തുറന്നപ്പോൾ അതിൽ പായൽ കെട്ടി മറ്റൊരു മൃതദേഹം കണ്ട സംഭവം. ഈ സംഭവത്തിൽ ദുരൂഹതകൾ നീങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളിയിലെ മൃതദേഹ വിവാദം. ഇതിൽ ദുരൂഹതയില്ല എന്ന് പോലീസ് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നു. സെമിത്തേരി നവീകരണത്തിന്റെ ഭാഗമായി കല്ലറയുടെ നമ്പറുകൾ മാറിയതാണ് ഇത്തരത്തിൽ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. 2006-ലും 2015-ലും കല്ലറയിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. ഇതിൽ 2015-ൽ സംസ്കരിച്ച മൃതദേഹമാകാം കണ്ടതെന്നാണ് പോലീസ് നിലവിൽ എത്തിയിരിക്കുന്ന നിഗമനം. 2015-ലെ സംസ്കാര ചടങ്ങിന്റെ ചിത്രങ്ങളും പോലീസ് പരിശോധിക്കുകയുണ്ടായി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം പായയിൽ പൊതിഞ്ഞാണ് ഈ കല്ലറയിൽ വെച്ചതെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുകയുണ്ടായി. സംഭവത്തിൽ 2015-ൽ സംസ്കരിച്ച ആളുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. നിലവിൽ കല്ലറ തുറക്കേണ്ട സാഹചര്യമില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ വാണിയമ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിൽ കഴിഞ്ഞ 13-ാം തീയതിയാണ് മൃതദേഹം സംസ്കരിക്കാൻ കല്ലറ തുറന്നപ്പോൾ അതിനടിയിൽ, അതായത് കല്ലറ തുറന്ന് പെട്ടിയിൽ അടക്കം ചെയ്ത മൃതദേഹത്തിനൊപ്പം പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം എന്ന് തോന്നിക്കുന്ന മറ്റൊരു വസ്തു കണ്ടെത്തിയത് സംശയങ്ങൾക്കിടയാക്കിയിരുന്നു. പള്ളി വികാരി പോലീസിൽ വിവരം അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെമിത്തേരിയിലെത്തിയ പോലീസ് പരിശോധന നടത്തി കല്ലറ സീൽ ചെയ്തിരുന്നു. ഇതിനിടെ കല്ലറയിലെ ദുരൂഹത പ്രദേശവാസി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇതോടെ സംഭവം വളരെ ഒരു ദുരൂഹതയുള്ള സംഭവമായി മാറി വിവാദമായി പ്രചരിച്ചു. വേഗത്തിൽ തന്നെ ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെ അടക്കം ചെയ്യില്ലെന്നും ദുരൂഹതയുണ്ടെന്നും നാട്ടുകാരൻ ജിൽസ് ഉണ്ണിമാക്കൽ ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. സംശയം തോന്നിയതോടെ പള്ളിയിൽ നിന്ന് പോലീസിന് വിവരം അറിയിച്ചുവെന്ന് വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ വ്യക്തമാക്കിയിരുന്നു. സംഭവം എന്താണെന്ന് അറിയാതെ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്കൊക്കെ പോലീസ് ഒരുങ്ങുന്നതിനിടയിലാണ് ഇതിന് പിന്നിലുള്ള നിഗൂഢതയൊക്കെ മാറ്റിയിട്ട് സംഭവം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചത്. 38-ാം നമ്പർ കല്ലറ തുറന്നപ്പോഴാണ് പെട്ടിയിൽ അടക്കം ചെയ്ത രീതിയിൽ ഒരു മൃതദേഹവും പായൽ പൊതിഞ്ഞ രീതിയിൽ മറ്റൊരു മൃതദേഹവും കണ്ടെത്തിയത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം പായൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാറില്ലാത്തതിനാൽ പള്ളി അധികൃതർ പോലീസിനെ ഉടൻ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു. കുടുംബക്കല്ലറ ഇല്ലാത്ത പള്ളിയിൽ 2019-ന് ശേഷം സെമിത്തേരി നവീകരിച്ചിരുന്നു. നവീകരണത്തിന് ശേഷം കല്ലറകൾക്ക് പുതിയ ക്രമ നമ്പറുകൾ നൽകി. പഴയ നമ്പറുകളിൽ പലതിനും മാറ്റം സംഭവിച്ചു. ഇതോടെ കല്ലറകളുടെ നമ്പറിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അതിനാൽ അടക്കം ചെയ്തവരെ പള്ളിയിലെ രജിസ്റ്റർ പ്രകാരം കണ്ടെത്തുന്നതിന് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഇടവക സെമിത്തേരിയിൽ അടക്കം ചെയ്ത 93 പേരുടെ ബന്ധുക്കളുമായി സംസാരിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുക എന്നതായിരുന്നു പള്ളിയുടെ തീരുമാനം. എന്തായാലും ദുരൂഹതയൊക്കെ മാറിയിരിക്കുകയാണ്. അത് നമ്പർ മാറ്റി നൽകിയതിൽ ഉണ്ടായൊരു മിസ്റ്റേക്കാണ്. എന്തായാലും മറ്റു ദുരൂഹതകളൊന്നും ഇല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.